വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. ഇറ്റ്സ് മീ വാടകൻ. എടാ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 4 ടൈപ്സ് ഓഫ് നമ്പേഴ്സിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ സെറ്റ് ആക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ആണ് കേട്ടോ. അപ്പൊ എന്റെ മക്കൾ പെട്ടെന്ന് ശ്രദ്ധിച്ചോളി, എന്താണ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അതിന്റെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അഡീഷനും സബ്സ്ട്രാക്ഷനും വരുന്ന സമയത്ത് എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. 2 വെട്ട്, ഒരു വെട്ടിങ്ങനെ ഒരു വെട്ടിങ്ങനെ, മൂന്നാമത് ഒരു വര അടിയിൽ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്താ സാറെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 2 വെട്ട് ഒരു വര. എന്താ ഇയാൾ പഠിപ്പിക്കുന്നത്? വെട്ടും കുത്തൊക്കെയാണോ പഠിപ്പിക്കുന്നത്? അല്ല. ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ അഡീഷൻ ആയിക്കോട്ടെ സബ്സ്ട്രാക്ഷൻ ആയിക്കോട്ടെ, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എൻ്റെ മക്കൾ ചെയ്യേണ്ടത് 2 വെട്ട് ഒരു വര. എന്തൊക്കെയാ ചെയ്യേണ്ടത്? 2 വെട്ട് ഒരു വര. ദാ നോക്കിയേ, അഡീഷൻ ആയിക്കോട്ടെ സബ്സ്ട്രാക്ഷൻ ആയിക്കോട്ടെ, എൻ്റെ മക്കളെ മനസ്സിലേക്ക് വരേണ്ടത് 2 വെട്ട് ഒരു വര എന്നുള്ളതാണ്. സാർ എക്സാമ്പിൾ കാണിച്ചെന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. സംഭവം ഇത്രയേ ഉള്ളൂ. എക്സാമ്പിൾ നമ്പർ 1, ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ പോവാണ്. ഒരു ക്വസ്റ്റ്യൻ സാർ ഇതാ ഇവിടെ ഇടുന്നു. 3/5 പ്ലസ് 2/3 എങ്ങനെയാടാ ചെയ്യുക? ഇതെങ്ങനെയാടാ ചെയ്യുക? ഇത് ചെയ്യുമ്പോൾ എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് വരേണ്ട കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ 2 വെട്ട് ഒരു വര. ദാ നോക്കിയേ, ഒന്നാമത്തെ വെട്ട് ദാ ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കും, രണ്ടാമത്തെ വെട്ട് ഇങ്ങനെ കിടക്കും, ഒരു വര അടിയിൽ ഇങ്ങനെയും കിടക്കും. കുഴപ്പമില്ലല്ലോ. എൻ്റെ മക്കളോട് ഞാൻ പറയാനുള്ളത്, ഒരു വര വന്നു കഴിഞ്ഞാൽ ഈ വര എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ആണ്. എന്ത് പ്ലൈ ആണ്? മൾട്ടിപ്ലൈ ആണ്. ഈ വര മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എവിടെ എന്താക്കാൻ പാടില്ല? ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ നോക്കിയേ, ഒന്നാമത്തെ വെട്ട് കിടക്കുന്നത് 3യും 3യും തമ്മിലല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് 3 × 3. കുഴപ്പമുണ്ടോ? പിന്നെ അവിടെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക. ഇനി എൻ്റെ മക്കൾ നോക്കിയേ, അടുത്തത് എന്താ സംഭവിച്ചത്? അടുത്ത വെട്ട്, ഒന്നാമത്തെ വെട്ട് ഇങ്ങനെ വെട്ടി, അടുത്ത വെട്ട് ഇതാ ഇങ്ങനെയാണ്. 2 × 5. 2 × 5 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 2 × 5 എന്ന് എഴുതി വെക്കുന്നു. ഡിവൈഡഡ് ബൈ, ഇനി അടിയിലാണ്, അടിയിലൊരു വരയും കൂടിയുണ്ട്. അടിയിലുള്ള വര എങ്ങനെയാണെന്ന് നോക്കി പറഞ്ഞത് 5 × 3 ആണടാ. 5 × 3 എന്ന് പറയുമ്പോൾ 5 × 3 എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് അവിടെ നമ്മൾ നോക്കിയിട്ട് എഴുതി വെക്കണം. അങ്ങനെയാണ് എൻ്റെ മക്കൾ എന്ന് പറഞ്ഞത്. 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇവിടെ നോക്കിയേ, 3 × 3 9 ആണ്. പ്ലസിന് പകരം സാറ് പ്ലസ് 10 ഇടുന്നു. അടുത്ത് 2 × 5 എത്രയാടാ? 2 × 5 10 ആണ്. സോ പ്ലസ് 10 ഡിവൈഡഡ് ബൈ, അടിയിൽ എന്താ ഉള്ളത്? 5/3 ആണ്. 5 × 3 ആണ്. 5 × 3 എത്രയാടാ? 15 ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തന്നെ 9ഉം 10ഉം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 19/10 15 എന്ന ആൻസർ കിട്ടും. ആഹാ, സെറ്റല്ലേ? ഇതുപോലെ ഒരു ചോദ്യം കൂടി സാർ ചെയ്തുതരാം. എക്സാമ്പിൾ നമ്പർ 2 നോക്കിയേ, ഇവിടെ 5 + 2/3. സാറേ ഇവിടെ 5ന്റെ അടിയിലൊന്നുമില്ല. എടാ, ടെൻഷൻ ആവണ്ട. 5ന്റെ അടിയിൽ ഒന്നുമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നറിയാം മക്കളെ. 5ന്റെ അടിയിൽ വെറും 5, വെറുതെ ഒരു 5 എന്ന് പറയുന്ന നമ്പർ കിടക്കുകയാണെങ്കിൽ ഈ 5ന്റെ അടിയിൽ /1 എന്നിട്ടാൽ അത് എന്തിന് ഈക്വൽ ആണ്? 5ന് ഈക്വൽ ആണ്. /1 എന്നിട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ വെറും 5 എന്നുള്ളടുത്ത് 5 / 1 എന്നിട്ടതിന് ശേഷം പ്ലസ് അപ്പുറത്ത് എന്താക്കണം? 2/3 എന്നുള്ളത് ആഡ് ചെയ്യണം അല്ലെ. ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ അഡീഷൻ സാറ് പറഞ്ഞതാ. എന്താ ചെയ്യേണ്ടത്? 2 വെട്ട് ഒരു വര. ഈ 2 വെട്ട് ഒരു വര എന്നുള്ളത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന പേരിലാണ് കേട്ടോ മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളൊന്ന് വേഗം സോൾവ് ചെയ്ത് പറഞ്ഞു. ഒന്നാമത്തെ വെട്ട് കിടക്കുന്നത് എങ്ങനെയാ? 5 × 3. 5 × 3 എത്രയാടാ? 15 ആണ്. 15 പ്ലസ് അടുത്തത് 2 × 1. 2 × 1 എത്രയാ? 2 ഡിവൈഡഡ് ബൈ, അടിയിൽ 1 × 3. 1 × 3 എത്രയാ? 3 ആണ്. സോ ആൻസർ എന്ത് വരും? 17/3 എന്ന ആൻസർ കിട്ടും. സെറ്റ് അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ അഡീഷൻ റെഡിയായി. ഇനി സബ്സ്ട്രാക്ഷനിലേക്ക് പോകുന്ന സമയത്ത് മക്കളെ സ്റ്റെപ്പിൽ മാറ്റമൊന്നുമില്ല. എന്താണ് മെത്തേഡ് എന്ന് പറയുന്നത്? 2 വെട്ട് ഒരു വര. അങ്ങനെയാണെങ്കിൽ സാർ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ നമ്പർ 1 പിടിച്ചോ. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. 5 / 7
മൈനസ് 1/3 അല്ലെങ്കിൽ 1/3. 5/7 നിന്നും 1/3 കുറയ്ക്കാൻ വന്നു. എന്താ ചെയ്യേണ്ടത്? എൻ്റെ മക്കൾ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കുക. 2 വെട്ട് 1 വര. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ വെട്ട് എങ്ങനെയാ കിടക്കുന്നത്? 5 × 3 അല്ലേ? 5 × 3 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 15. പിന്നെ പ്ലസ് ആണോ ഉണ്ട്? അല്ല, പ്ലസ് ആയിരുന്നു നേരത്തെ നമ്മൾ ഇട്ടത്. എങ്കിൽ ഇവിടെ നമ്മൾ ഇടേണ്ടത് എന്താണ്? മൈനസ് ആണ്. എന്താണ് ഇടേണ്ടത്? മൈനസ് ആണ് ഇടേണ്ടത്. നേരത്തെ പ്ലസ് ആഡ് ചെയ്യാനാണെങ്കിൽ പ്ലസ് ഇടുന്നു, മൈനസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്താക്കുന്നു? സബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൈനസ് സിമ്പൽ നമ്മൾ ഇടുന്നു. അടുത്തത് എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ വെട്ട് 1 × 7 1 × 7 എന്ന് പറഞ്ഞാൽ 7 ആണ്. ഡിവൈഡഡ് ബൈ അടിയിൽ 7 × 3 ഉണ്ടടാ. 7 × 3 എന്ന് പറയുമ്പോൾ 21 ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തന്നെ 15 നിന്നും 7 കുറച്ചാൽ എത്രയാടാ? 15 നിന്നും 7 കുറച്ചാൽ 8/21 എന്ന് ആൻസർ കിട്ടി. സെറ്റ് അല്ലേ? അഡീഷൻ ആണെങ്കിൽ നമ്മൾ നടുവിൽ പ്ലസ് ഇടണം. ദാ ഇവിടെ പ്ലസ് ഇടണം. ഇവിടെ സബ്സ്ട്രാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ മൈനസ് ഇട്ടു. കുഴപ്പമുണ്ടോ? വേറൊരൊറ്റ ക്വസ്റ്റ്യൻ സാറ് കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. എക്സാമ്പിൾ നമ്പർ 2. ഇവിടെ ശ്രദ്ധിച്ചേ. 5 മൈനസ് 3/5 എന്ത് ചെയ്യും? 5ന്റെ അടിയിൽ ആളില്ലാന്ന് വിചാരിച്ച് ടെൻഷൻ ആവണോ? വേണ്ട. നമ്മൾ എങ്ങനെ ചെയ്തും? 5/1 മൈനസ് 5നെ നമ്മൾ 5/1 എന്നിടും. മൈനസ് ആരാണടാ? 3/5 എന്നിടണം. ഇനി എന്താ ചെയ്യേണ്ടത്? 2 വെട്ട് 1 വര അല്ലെ? എന്നാ നോക്കിയേ, വളരെ സിമ്പിൾ ആണ്. ഒരു വെട്ടിങ്ങനെ. പരിപാടി കഴിഞ്ഞു. എന്താ ആൻസർ വരിക എന്ന് പറഞ്ഞത്? 5 × 5 25 ആണ്. മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടോ. 1 × 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഡിവൈഡഡ് ബൈ 1 × 5 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ആൻസർ എന്ത് വരും? 25 നിന്ന് 3 കുറച്ചാൽ നമുക്കറിയാം 22/5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സെറ്റ് അല്ലേ? യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. മൾട്ടിപ്ലിക്കേഷനിലേക്ക് കടക്കുന്ന സമയത്ത് 2 വെട്ട് 1 വര എന്ന് പറഞ്ഞ സെറ്റപ്പ് ഇല്ല. 2 വെട്ട് 1 വര എന്ന് പറഞ്ഞ സെറ്റപ്പ് ഇല്ല. ഇവിടേക്ക് വരുന്ന സമയത്ത് എൻ്റെ മക്കളെ തലക്കൊരു വെട്ട് കാലിനൊരു വെട്ട് എന്നാ സാറ് പഠിപ്പിക്കാറ്. എങ്ങനെയാ? തലക്കൊരു വെട്ട് കാലിനൊരു വെട്ട്. എന്താണ് ഈ തലക്കൊരു വെട്ട് കാലിനൊരു വെട്ട് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിൾ ആണ്. തലക്ക് ഒരു വെട്ട്. അടുത്തത് കാലിന് ഒരു വെട്ട്. ഫുള്ള് വെട്ടും കുത്തുകയാണല്ലോ. ഫുള്ള് വെട്ടും കുത്തുന്നല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാർ ട്രിക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ നമ്പർ 1. 5/7 × 2/3 എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. മോളിൽ, അതായത് തലക്കൊരു വെട്ട് എന്ന് പറയുമ്പോൾ മുകളിലൊരു വെട്ട്, അതുപോലെ തന്നെ താഴത്തൊരു വെട്ട്. സാർ ആദ്യമേ പറഞ്ഞതാ, വര വരച്ചാൽ അത് മൾട്ടിപ്ലിക്കേഷനാണ്. അവിടെ ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ ഒന്നും പോകരുത്. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, വര ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ. വര എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞത് 5 × 2 10 ആണ് സാറേ. ബൈ 7 × 3 21 ആണ് സാറേ. ഹോ ഗയാ തൂ ഹോ ഗയാ കഴിഞ്ഞ് സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾക്ക് മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ നമ്പർ 2. 3/5 × 4/5. കുഴപ്പമുണ്ടോ? എങ്ങനെ ചെയ്യും? യെസ്, വളരെ സിമ്പിൾ ആണ്. തലക്കൊരു വെട്ട് കാലിനൊരു വെട്ട്. 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഡിവൈഡഡ് ബൈ 5 × 5 എന്ന് പറഞ്ഞാൽ 25 ആണ്. പരിപാടി ഈസി ആയിട്ട് കഴിഞ്ഞു. സെറ്റ് അല്ലേ? അപ്പം ഇങ്ങനത്തെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കൂടുതൽ ചെയ്തു നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഡിവിഷനിലേക്ക് കടക്കാൻ പോവാണ്. ഡിവിഷനിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ട്രിക്ക് ഉണ്ട് കേട്ടോ. ഇതുപോലെ വെട്ടും കുത്തും പോലെ നമുക്ക് ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് സാറ് പറഞ്ഞുതരാം. അതുപോലെ തന്നെ സാർ ഇതിന്റെ ഒറിജിനൽ മെത്തേഡും സാറ് പറഞ്ഞുതരും. ഫസ്റ്റ് സാറ് ഒറിജിനൽ ആണ് പറയാൻ പോകുന്നത്. ഒറിജിനൽ. അടുത്തത് സാറ് പറയാൻ പോകുന്നത് ട്രിക്കാണ്. ഓക്കെ അല്ലേ? രണ്ടിനും ഓരോ എക്സാമ്പിൾ സാർ ചെയ്തുതരും. ഒറിജിനലി പറയുകയാണെങ്കിൽ നമുക്കൊരു നമ്പർ ഉണ്ട് 3/5 ഡിവൈഡഡ് ബൈ 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയും. 3/5നെ 3/4 കൊണ്ട് നമ്മളോട് എന്താക്കാൻ പറയുന്നു? ഡിവൈഡ് ചെയ്യാൻ പറയുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എൻ്റെ മക്കളെ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
ഫസ്റ്റത്തെ നമ്പർ നമ്മൾ നേരെ അതുപോലെ തന്നെ എഴുതും, 3/5 എന്ന് തന്നെ എഴുതും. ഡിവൈഡഡ് ബൈ നമ്മൾ താഴോട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് ഇൻറ്റു ആക്കി മാറ്റും. ഡിവൈഡഡ് ബൈ എന്താക്കി മാറ്റും? ഇൻറ്റു ആയിട്ട് മാറ്റും. എന്നാൽ 3/4 നമ്മൾ എന്താക്കും? നേരെ റെസിപ്രോക്കൽ എടുക്കും, അതായത് തല തിരിച്ചെടുക്കും. ഓക്കെ അല്ലേ? റെസിപ്രോക്കൽ എടുക്കുക എന്നാണ് പറയാം. അപ്പൊ നേരെ തല തിരിച്ചെടുക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് സാധാ പോലെ ഇൻറ്റു അല്ലേ? ഇൻറ്റു എന്ന് നമ്മൾ പറഞ്ഞത് തലക്കൊരു വെട്ട് കാലിനൊരു വെട്ട്. 3 × 4 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 3 × 4 12 ആണ്. ഡിവൈഡഡ് ബൈ 5 × 3 എത്രയാടാ? 5 × 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഡിവിഷൻ കഴിഞ്ഞു, കുഴപ്പമില്ലല്ലോ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ സാറ് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്തത് കേട്ടോ. ഇത് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് എക്സാമ്പിൾ ഇത് ഒറിജിനൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഒറിജിനൽ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡിവിഷനെ നമ്മൾ താഴോട്ട് എടുത്തു വരുന്ന സമയത്ത് ഇൻറ്റു ആയി മാറുകയും സെക്കൻഡ് നമ്പറിന്റെ റെസിപ്രോക്കൽ, അതായത് തലതിരിച്ചെടുക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് പോവും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന് സാറ് വേറെ ട്രിക്ക് കാണിച്ചു തരാം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സാമ്പിൾ 3/5 ഡിവൈഡഡ് ബൈ 3/5 ഡിവൈഡഡ് ബൈ 3/4. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ള ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വെട്ടാം. പരിപാടി കഴിഞ്ഞു. എന്താണ് ഇതിന്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ? 2 വെട്ട്. എന്താ ഈ 2 വെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സംഭവം സിമ്പിൾ. 2 വെട്ട് വെട്ടിയത് നിങ്ങൾ കണ്ടല്ലോ. ഒരു വെട്ട് ഇങ്ങനെയും കിടക്കും, ഒരു വെട്ട് ഇങ്ങനെയും കിടക്കും. അതായത് മോളിൽ ഫസ്റ്റത്തെ വെട്ട് 3 × 4 ആ. നമുക്ക് 3 × 4 ആ ഫസ്റ്റത്തെ വെട്ട്. 3 × 4 എത്ര? 3 × 4 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 12 ആണ്. ഡിവൈഡ് ബൈ രണ്ടാമത്തെ വെട്ട് എന്താ? 3 × 5. 3 × 5 എത്രയാ? 15 ആണ്. ഇതേ ആൻസർ അല്ലേ അപ്പുറത്തും കിട്ടിയേ? ഹൈ. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. എക്സാമ്പിൾ 4 ഡിവൈഡഡ് ബൈ 6 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 3. എന്ത് ചെയ്യും? ഫസ്റ്റത്തെ വെട്ട് എങ്ങനെ? ഫസ്റ്റത്തെ വെട്ട് ഇങ്ങനെ, സെക്കൻഡത്തെ വെട്ട് ഇങ്ങനെ. പരിപാടി കഴിഞ്ഞു. എന്നാ നോക്കിയേ, ഫസ്റ്റത്തെ വെട്ട് 4 × 3. 4 × 3 എത്രയാ? 12. ഡിവൈഡഡ് ബൈ എന്താണ്? 6 × 2. 6 × 2 എത്രയാ? 6 × 2 12. അപ്പൊ ആൻസർ എത്രയായിരിക്കും? 12/12 എന്ന് പറഞ്ഞാൽ 1 ആണ്. നമുക്ക് ആൻസർ സിംപ്ലിഫൈ ചെയ്ത് 1 എന്ന് എഴുതിയെടുക്കാം. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? യെസ്, ഇറ്റ്സ് മീ സെറിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RKNX. ബൈ, സീ യു ലേറ്റർ.